ഒരു മനുഷ്യന്റെ മനസ്സില് ഒരു വലിയ കടൽ പോലെ അശാന്തിയും ആകുലതകളും അലയടിക്കുമ്പോൾ അവൻ ശരിക്കും എങ്ങോട്ടാണ് ഓടിയൊളിക്കേണ്ടത്? നമ്മളിൽ പലരും എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഒന്നു മാറിക്കിട്ടിയാൽ, അല്ലെങ്കിൽ കയ്യിൽ കുറച്ചുകൂടി പണം വന്നു ചേരുമ്പോൾ, അതമല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനമുള്ളതായി മാറും എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സത്യം അതല്ല. നമ്മുടെ പുറംലോകം ഒരിക്കലും പെട്ടെന്ന് മാറിമറിയാൻ പോകുന്നില്ല. എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലെ ആ അശാന്തിയുടെ കടൽ ശാന്തമാകുന്നത്, അപ്പോൾ മാത്രമേ പുറമെയുള്ള പ്രതിസന്ധികളുടെ അലയടികളും അടങ്ങുകയുള്ളൂ. ജീവിതത്തിൽ ഏതു വലിയ പരീക്ഷണഘട്ടത്തിലും തളർന്നു പോകാതെ സ്വന്തം മനസ്സിനെ ഒരു വലിയ കോട്ട പോലെ ശക്തമാക്കി കാത്തുസൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില നിശബ്ദ സത്യങ്ങളുണ്ട്. അവ വെറും ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ സഹായിക്കുന്ന വളരെ ആഴമേറിയ ചിന്തകളാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എപ്പോഴും വലിയ തിരക്കുകളിലാണ്. എല്ലാവരും എന്തിന്റെയൊക്കെയോ പുറകെ ശ്വാസം വിടാൻ പോലും മറന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ഓട്ടത്തിനിടയിൽ സ്വന്തം ശ്വാസത്തിന്റെ ആ മനോഹരമായ താളം പോലും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. മനസ്സ് എപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാലത്തിലെ സങ്കടങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയിലെ ആകുലതകളിലോ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല വഴിക്ക് ചിതറിപ്പോയ ഒരു മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുക? അതിനായി വലിയ ആത്മീയ ജ്ഞാനത്തിന്റെയോ അല്ലെങ്കിൽ കഠിനമായ തപസ്സിന്റെയോ ഒന്നും ആവശ്യമില്ല. മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന വളരെ ചെറിയ ചില നല്ല മാറ്റങ്ങളിലൂടെ മാത്രം അത് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് വലിയ വ്യക്തത കൈവരുന്നു. ചിന്തകളിൽ നല്ല വ്യക്തതയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. കാരണം അവൻ സാഹചര്യങ്ങളുടെ അടിമയല്ല, മറിച്ച് സ്വന്തം മനസ്സിന്റെ യഥാർത്ഥ യജമാനനാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന, എന്നാൽ നമ്മൾ ഇതുവരെ തിരിച്ചറിയാതെ പോയ ആ ശാന്തവും മനോഹരവുമായ രൂപത്തെ കണ്ടെത്താനുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് തികച്ചും പുതിയൊരു തുടക്കം നൽകാൻ ഈ ചിന്തകൾക്ക് സാധിക്കും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പതുക്കെ ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഉള്ളിലെ അനാവശ്യമായ ഭയവും വേവലാതികളും ഒന്നൊന്നായി ഉരുകിത്തീരുന്നതായി തോന്നും. കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ വെറും കാതുകളിലേക്കല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അതുകൊണ്ട് വളരെ ശാന്തമായി, യാതൊരു തിരക്കുമില്ലാതെ ഈ നല്ല ചിന്തകളിലേക്ക് നമുക്ക് ഒന്നിച്ച് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നമ്മളോട് പലരും പല വഴികൾ പറയാറുണ്ട്. കഠിനാധ്വാനം വേണമെന്നും ലക്ഷ്യബോധം വേണമെന്നും കൃത്യമായ ആസൂത്രണം വേണമെന്നുമൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുമുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ലളിതമായ ഒരു സത്യം. അത് മറ്റൊന്നുമല്ല, വിട്ടുകൊടുക്കാനുള്ള നമ്മുടെ മനസ്സാണത്. എല്ലാം സ്വന്തമാക്കി വെക്കണം എന്ന അമിതമായ വാശിയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ കണ്ണീരിനും സങ്കടങ്ങൾക്കും കാരണമാകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എവിടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി മനസ്സിലൊരു തീരാത്ത നോവായി എപ്പോഴും അവശേഷിക്കും. ആ ഭയം കാരണം നമ്മൾ അനാവശ്യമായി ചിന്തിച്ചുകൂട്ടുകയും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ വെറുതെ താരതമ്യം ചെയ്ത് സ്വയം ചെറുതാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇറുകിപ്പിടിച്ച, എപ്പോഴും ആകുലതകൾ നിറഞ്ഞ ഒരു മനസ്സിന് ഒരിക്കലും വളരാൻ കഴിയില്ല. വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പങ്കുവെക്കുക എന്ന് കേൾക്കുമ്പോൾ അത് വെറും പണത്തിന്റെ കാര്യമല്ല. ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന ആത്മാർത്ഥമായ മനോഭാവമാണത്. നമ്മുടെ ചുറ്റും ചില മനുഷ്യരെ കാണാം. അവർ അവരുടെ സമയവും അറിവും സ്നേഹവും ശ്രദ്ധയുമെല്ലാം ഉള്ളിൽ ഒതുക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് കുറച്ചധികം നൽകിയാൽ തങ്ങളുടെ കയ്യിൽ കുറഞ്ഞു പോകുമോ എന്ന ആശങ്കയാണ് അവരെ നയിക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്. സ്വന്തം സന്തോഷങ്ങളെപ്പോലും മറന്ന് അവർ എന്തിനെയൊക്കെയോ കാവൽ നിൽക്കുകയാണ്. ഇത് യഥാർത്ഥ ജീവിതമല്ല, ഇതൊരു അതിജീവനത്തിനായുള്ള വെറും പോരാട്ടം മാത്രമാണ്. യഥാർത്ഥത്തിൽ വിജയം നേടണമെങ്കിൽ ശാന്തവും ഉന്മേഷവുമുള്ള ഒരു മനസ്സ് അനിവാര്യമാണ്. പ്രതിഫലം ഒന്നും തന്നെ ആഗ്രഹിക്കാതെ നിങ്ങളൊരു മനുഷ്യനെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് മറ്റൊരാൾക്ക് സ്നേഹത്തോടെ പകർന്നു നൽകുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വിസ്തൃതി അനുഭവപ്പെടാൻ തുടങ്ങും. എന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്നൊരു വലിയ സുരക്ഷിതത്വബോധം അത് നിങ്ങളുടെ മനസ്സിന് സമ്മാനിക്കും. ആ ബോധമാണ് യഥാർത്ഥ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. യാതൊരു മടിയുമില്ലാതെ മറ്റുള്ളവർക്കായി നൽകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം തനിയെ ഉരുകിത്തീരുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും ഒരു തരത്തിൽ വലിയൊരു വിട്ടുകൊടുക്കൽ തന്നെയാണ്. അത് നിങ്ങളുടെ മനസ്സിന്റെ വലിയൊരു ഭാരമാണ് ഇറക്കിവെക്കുന്നത്. നിങ്ങൾ എത്രത്തോളം സ്വാർത്ഥത മാറ്റിവെക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഭയമില്ലാത്തവനായി മാറിത്തീരും.
ഭയമില്ലാത്തൊരു മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. ആ തീരുമാനങ്ങളാണ് അവനെ മുന്നോട്ട് നയിക്കുന്നതും വിജയത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നതും. നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധയും സമാധാനവും കവർന്നെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉള്ളിൽ വലിയൊരു കുറ്റബോധവും പേറി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനമായി ഇരിക്കാൻ കഴിയുക? തന്നെത്താൻ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്? സ്വന്തം നിഴലിനെപ്പോലും എപ്പോഴും ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാൻ കഴിയില്ല. ഇവിടെയാണ് വ്യക്തിപരമായ അച്ചടക്കത്തിന്റെയും സ്വന്തം ജീവിതത്തോടുള്ള ആത്മാർത്ഥതയുടെയും യഥാർത്ഥ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് വെറുമൊരു ധാർമ്മികതയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് അപാരമായ ശക്തി നൽകുന്ന ഒന്നാണ്. എല്ലാവരോടും കള്ളം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്ത വാക്കുകളൊന്നും പാലിക്കാതെ സ്വന്തം മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് രണ്ടായി വിഭജിക്കപ്പെടും. മനസ്സിന്റെ ഒരു ഭാഗം മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറുഭാഗം അനാവശ്യ ചിന്തകളാൽ നിങ്ങളെ പിന്നോട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ആഭ്യന്തര സംഘർഷം നിങ്ങളുടെ ഉള്ളിലെ വലിയൊരു പങ്ക് ഊർജത്തെയാണ് ചോർത്തിക്കളയുന്നത്. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയൊരു സംരംഭം കെട്ടിപ്പടുക്കാനോ ഉപയോഗിക്കേണ്ട ആ വലിയ ഊർജമാണ് ഇവിടെ അനാവശ്യമായ ആകുലതകൾക്കായി പാഴായി പോകുന്നത്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ കൃത്യമായൊരു പൊരുത്തമുണ്ടാകുമ്പോൾ ഈ ആഭ്യന്തര സംഘർഷം അവസാനിക്കുന്നു. അവിടെ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തികച്ചും ശാന്തമാകുന്നു. ആ ശാന്തതയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. വളരെ ലളിതമായി പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക, എപ്പോഴും സത്യസന്ധമായി സംസാരിക്കുക, ആരെയും ചതിക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് ഈ പറയുന്ന അച്ചടക്കം. ഇവയൊക്കെ വളരെ സാധാരണ കാര്യങ്ങളായി തോന്നാമെങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഈ കൃത്യത നിങ്ങളുടെ ആത്മാഭിമാനം വളരെയധികം വർദ്ധിപ്പിക്കും. നമ്മൾ ജീവിതത്തിലേറെ ആദരിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളായിരിക്കണമെന്നില്ല, പക്ഷേ അവരെല്ലാവർക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കും. അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധം നൽകും. ആ ഒരു സ്ഥിരത അവരുടെ ജീവിതത്തിൽ വരുന്നത് ഉള്ളിലൊട്ടും കള്ളമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിന് ഒട്ടും സ്ഥാനമില്ല. നിങ്ങൾ രാത്രികളിൽ സമാധാനത്തോടെ നന്നായി ഉറങ്ങും. ജീവിതത്തിൽ വളരെ വേഗത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമായി മാറുകയും ചെയ്യും. ജീവിതത്തിൽ വിജയിക്കാൻ വെറുതെ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം പോരാ. കാരണം ഒരു പ്രവൃത്തിയും ചെയ്യാതെയുള്ള ആ കാത്തിരിപ്പ് നമ്മളെ വെറുമൊരു മടിയനാക്കി മാറ്റുകയുള്ളൂ. അവിടെയാണ് യഥാർത്ഥമായ അധ്വാനത്തിന്റെ മൂല്യം നാം തിരിച്ചറിയേണ്ടത്. അത് നമ്മെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കഠിനമായ പീഡനമല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന നിരന്തരവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങളാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആദ്യം ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥ വരണമെന്ന്. അതിനായി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ആ പ്രചോദനത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. മടിയോടെ ഇരിക്കാതെ ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പുതിയ ഊർജം നിറയുന്നത് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അടുത്ത ചുവടിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്യും. തുടരാൻ ഒട്ടും താൽപ്പര്യമില്ലാത്ത ദിവസങ്ങളിലും ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോഴും നമ്മുടെ അധ്വാനം കാണാൻ ആരുമില്ലാത്തപ്പോഴും തളരാതെ മുന്നോട്ടു പോകാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ പ്രയത്നം. ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന ആ നിശബ്ദമായ കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു വലിയ പാറപ്പുറത്ത് വീഴുന്ന ചെറിയ ജലത്തുള്ളികളെപ്പോലെയാണത്. ഒറ്റ നോട്ടത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് വലിയ ശക്തിയൊന്നുമില്ലെന്ന് തോന്നാം, പക്ഷേ 10,000 ജലത്തുള്ളികൾ ഒരേ സ്ഥാനത്ത് നിരന്തരമായി വീണുകൊണ്ടേയിരിക്കുമ്പോൾ ആ കഠിനമായ പാറ പോലും പിളർന്നുപോകും. അത് ആ വെള്ളത്തിന്റെ വേഗത കൊണ്ടല്ല, മറിച്ച് അതിന്റെ സ്ഥിരത കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പ്രയത്നങ്ങളും ഇതുപോലെ തന്നെയാണ്. ഒരു ദിവസത്തെ പഠനമോ അല്ലെങ്കിൽ വ്യായാമമോ ഒക്കെ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും അത് വർഷങ്ങളോളം ഒരേ മനസ്സോടെ തുടർന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ അത് പൂർണ്ണമായി മാറ്റിമറിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും താൽക്കാലികമായ സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്ന ഒന്നാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് അത് നമ്മളോട് എപ്പോഴും രഹസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് മനസ്സിന്റെ ആ ശബ്ദത്തോട് വഴക്കിടാൻ നിൽക്കാതെ ഒരു കൊച്ചുകുട്ടിയെ സ്നേഹത്തോടെ കൈപിടിച്ച് നടത്തുന്നതുപോലെ വളരെ ശാന്തമായും എന്നാൽ അത്രമേൽ ദൃഢമായും അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം.
ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രഖ്യാപിച്ചു നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരോ ദിവസവും മാറ്റമില്ലാതെ തുടരാൻ കഴിയുന്ന ചെറിയ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്. കാരണം വലിയ വിജയങ്ങളൊന്നും ഒരിക്കലും ഒറ്റരാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. ആരും ശ്രദ്ധിക്കാത്ത സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നിശബ്ദമായ കഠിനാധ്വാനമാണ് ആ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം. ആ ഒരു പ്രയത്നം നമ്മളെ അനാവശ്യമായ ചിന്തകളിൽ നിന്നും ആകുലതകളിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചു നിർത്തും. നാം നമ്മുടെ ജോലിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയങ്ങളും തനിയെ ഇല്ലാതാവുന്നത് നമുക്ക് കാണാൻ കഴിയും. പല മനുഷ്യർക്കും ജീവിതത്തിൽ അവരുടെ പൂർണ്ണമായ കഴിവ് പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ യഥാർത്ഥ കാരണം ഉള്ളിൽ പ്രതിഭയോ യോഗ്യതയോ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പല വഴിക്ക് ചിതറിപ്പോയ ഒരു മനസ്സുള്ളതുകൊണ്ടാണ്. ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഫോൺ എടുത്തു നോക്കുക, അല്ലെങ്കിൽ വെറും 10 മിനിറ്റ് ഇരുന്ന് വായിക്കുമ്പോഴേക്കും നാളത്തെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അനാവശ്യമായി വിഷമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് പലരും ജീവിച്ചു തീർക്കുന്നത്. മണിക്കൂറുകൾ വളരെ വേഗത്തിൽ കടന്നുപോകും. അവർ എപ്പോഴും എന്തൊക്കെയോ തിരക്കുകളിലുമായിരിക്കും. പക്ഷേ ദിവസാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ മനസമാധാനത്തോടെ ഓർക്കാൻ തക്കവണ്ണം കാര്യമായി ഒന്നും തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടാകില്ല. താഴെ വലിയൊരു സുഷിരമുള്ള ഒരു പാത്രത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചാലും അത് പാഴായി പോകുന്നത് പോലെയാണ് ഈ അവസ്ഥയും. ഇതിനൊക്കെയുള്ള ഒരേയൊരു പരിഹാരം നമ്മുടെ മനസ്സിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഏകാഗ്രത മാത്രമാണ്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ്. നമ്മുടെ ശ്രദ്ധയും ചിന്തകളും എങ്ങോട്ടാണോ പതിക്കുന്നത് അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ജീവിതവും പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ ചിതറിക്കിടക്കുമ്പോൾ അത് നമുക്ക് വെറുമൊരു ചൂട് മാത്രമേ തരികയുള്ളൂ. എന്നാൽ ഒരു ചെറിയ ലെൻസിലൂടെ ആ പ്രകാശരശ്മികളെ ഒന്നിച്ച് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അതിന് ഒരു വലിയ തീ പോലും കത്തിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ശക്തിയും ഇതുപോലെ തന്നെയാണ്. ഒരിടത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ശ്രദ്ധയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റിയെടുത്താൽ വളരെ സാധാരണമായ ജോലികൾ പോലും അസാധാരണമായ കൃത്യതയോടും ഭംഗിയോടും കൂടി ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ വരുന്നത് കുറയുകയും പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുകയും ചെയ്യും. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഈ ആധുനിക ലോകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ശ്രദ്ധയെ എങ്ങനെയൊക്കെ ചിതറിക്കാം എന്ന് നോക്കിയാണ്. വിരൽത്തുമ്പിൽ എപ്പോഴും ലഭ്യമാകുന്ന വിനോദങ്ങളും അനാവശ്യമായ വിവരങ്ങളുടെ അമിത പ്രസരവും നമ്മുടെ തലച്ചോറിനെ എപ്പോഴും ഒരു തരത്തിലുള്ള അസ്വസ്ഥതയിൽ തന്നെ നിലനിർത്താൻ ശീലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അല്പനേരം പോലും ഒരിടത്ത് നിശബ്ദമായി ശാന്തമായി ഇരിക്കാൻ നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്നാൽ ആ നിശബ്ദതയുടെ നിമിഷങ്ങളിലാണ് ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വ്യക്തത നമുക്ക് കൈവരുന്നത്. മനസ്സ് അതിന്റെ പതിവ് സ്വഭാവം കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞുതിരിയുമ്പോൾ അതിനോട് ദേഷ്യപ്പെടുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഒരു കൊച്ചുകുട്ടിയെ എന്ന പോലെ സ്നേഹത്തോടെയും കരുതലോടെയും അതിനെ തിരികെ നമ്മുടെ നിലവിലുള്ള ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓരോ ദിവസവും ഒരു 5-10 മിനിറ്റ് നേരം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി നമ്മുടെ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനസ്സിനെ മെരുക്കാൻ നമ്മളെ ഏറെ സഹായിക്കും. കാലക്രമേണ നിങ്ങളുടെ ചിന്തകൾക്കിടയിലെ അനാവശ്യമായ ആ ദൂരം കുറയുകയും വെറുതെയുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിനു പകരം ഏത് വലിയ പ്രതിസന്ധിയെയും വളരെ വിവേകത്തോടെയും ശാന്തതയോടെയും നേരിടാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഹൃദയത്തിൽ അത്രമേൽ ദയയും ജീവിതത്തിൽ കഠിനമായ അച്ചടക്കവും ക്ഷമയും ഏകാഗ്രതയുമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്താലും ഇവയെയെല്ലാം കൃത്യമായ ഒരു നല്ല ദിശയിലേക്ക് നയിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ജ്ഞാനം അഥവാ വിവേകം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഈ പറയുന്ന വിവേകമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനമെല്ലാം ചിലപ്പോൾ തികച്ചും തെറ്റായൊരു വഴിയിലായി പോകാൻ വലിയ സാധ്യതയുണ്ട്. ഒട്ടും പ്രാധാന്യമില്ലാത്തതും താൽക്കാലികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വിലപ്പെട്ട ജീവിതം മുഴുവൻ വെറുതെ പാഴാക്കി കളഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ വിജയം എന്നാൽ എന്താണെന്ന് ആഴത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഇന്ന് പലരും അതിന്റെ പുറകെ ഭ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള പണം, ഉയർന്ന പദവി, പ്രശസ്തി എന്നിവയെല്ലാം സ്വന്തമാക്കിയാൽ പോലും പല മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ ഒടുവിൽ ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. അവർ അത്രയും കാലം കഷ്ടപ്പെട്ട് കയറിയ ആ വിജയത്തിന്റെ ഗോവണി യഥാർത്ഥത്തിൽ തികച്ചും തെറ്റായ ഒരു ചുവരിലായിരുന്നു ചാരിവെച്ചിരുന്നത്. ഏതൊരു കാര്യത്തിനായി ഇറങ്ങിപ്പുറപ്പെടുന്നതിനു മുൻപും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക എന്നതാണ് വിവേകമുള്ള ഒരു മനസ്സിന്റെ ലക്ഷണം. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും
വെറും താൽക്കാലികം മാത്രമാണ് എന്ന തിരിച്ചറിവാണ് ആ വലിയ ജ്ഞാനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഇന്ന് നേടിയെടുക്കുന്ന നേട്ടങ്ങളും കോട്ടകളും നമ്മെ തളർത്തുന്ന സങ്കടങ്ങളുമെല്ലാം ഒരു നാൾ പൂർണ്ണമായി മാറിപ്പോകും. ഈ ഒരു പ്രപഞ്ച സത്യം നമ്മുടെ മനസ്സ് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ വാശികളും അഹങ്കാരവുമെല്ലാം തനിയെ ഇല്ലാതാകും. ബാഹ്യമായ കാര്യങ്ങൾ നേടിയാൽ മാത്രമേ എന്റെ ഈ ജീവിതം പൂർണ്ണമാകൂ എന്ന തെറ്റായ ചിന്ത അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങും. അങ്ങനെയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ ഒട്ടും വിരസമാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും കൂടുതൽ പ്രിയപ്പെട്ടതും മനോഹരവുമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ ലോകത്തെയും ചുറ്റുമുള്ള കാര്യങ്ങളെയും കൂടുതൽ സൗമ്യതയോടെയും കരുതലോടെയും സമീപിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിലും നമ്മളെ ഒട്ടും അംഗീകരിക്കാത്ത മനുഷ്യരെ നമ്മുടെ നല്ല ഗുണങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിലും നമ്മൾ പിന്നീട് നമ്മുടെ വിലപ്പെട്ട സമയം ഒട്ടും കളയില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും വിഷം നിറച്ചുകൊണ്ടിരിക്കുന്ന പഴയ നാളുകളിലെ പകയും വിദ്വേഷവുമെല്ലാം നമ്മൾ എന്നേക്കുമായി ഉപേക്ഷിക്കും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത് വേണം, ഇത് വേണ്ട എന്ന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ ഈ വിവേകം നമ്മളെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാനും അവരെക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കാനും വേണ്ടി മാത്രം നമ്മൾ ജീവിതത്തിൽ പല അനാവശ്യ യുദ്ധങ്ങളും ചെയ്യാറുണ്ട്. അത്തരം യുദ്ധങ്ങളിൽ നിന്നുള്ള വലിയൊരു മോചനമാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങളുടെ ഊർജവും സമയവും ഉപയോഗിക്കാൻ പഠിക്കുക. ഓരോ ദിവസവും കുറച്ചു സമയം സ്വന്തം മനസ്സിനെ ശാന്തമായി നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുക. ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിനു മുൻപ് ഈ എടുക്കുന്ന തീരുമാനം 5 വർഷത്തിനു ശേഷവും എന്റെ ജീവിതത്തിൽ പ്രസക്തമായിരിക്കുമോ എന്ന് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിക്കുക. നമ്മൾ സ്വയം ചോദിക്കുന്ന ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ശരിയായ വഴിയിലൂടെ മാത്രം മുന്നോട്ട് നയിക്കും. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം പ്രവചനാതീതമാണ്. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ ഇവിടെ ആർക്കും കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് ചുറ്റും പുറത്തുണ്ടാകുന്ന മാറ്റങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ വലിയ ശാന്തതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. സാഹചര്യങ്ങൾ എത്രത്തോളം കഠിനമായാലും നമ്മുടെ മനസ്സൊരു വലിയ പാറ പോലെ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ പിന്നെ വരാവുന്ന ഒരു കൊടുങ്കാറ്റിനും നമ്മളെ വീഴ്ത്താൻ കഴിയില്ല. ഇത് മറ്റുള്ളവരോട് പൊരുതി ജയിക്കാനുള്ള ഒരു വലിയ യുദ്ധമല്ല, മറിച്ച് നമ്മളെ തന്നെ ആഴത്തിൽ തിരിച്ചറിയാനുള്ള ഒരു മനോഹരമായ പ്രക്രിയയാണ്. ജീവിതയാത്രയിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ വഴിതെറ്റിപ്പോയെന്നും വരാം. പക്ഷേ ഓരോ പുതിയ നിമിഷവും നമുക്ക് വീണ്ടും ശക്തമായി തിരികെ വരാനുള്ള ഒരു വലിയ അവസരമാണ് നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ ശാന്തമായി ശ്വാസമെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ ശാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആകുലതകളും സങ്കടങ്ങളും പതുക്കെ ഇല്ലാതാവുകയാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നിന്റെ പുറകെയും അത്രമേൽ ഭ്രാന്തമായി ഓടിയെത്തേണ്ടതില്ല, ആരെയും തോൽപ്പിക്കേണ്ടതുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും നമ്മളെ തന്നെ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മികച്ചൊരു മനുഷ്യനാക്കി മാറ്റുക എന്നത് മാത്രമാണ്. മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകം ഒന്നിനേക്കാൾ ഒന്ന് മനോഹരമായി നമുക്ക് തോന്നും. മറ്റുള്ളവരോടുള്ള ദയയും സ്വന്തം മനസ്സിനോടുള്ള സ്നേഹവും നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും പ്രകാശപൂർണമാക്കി നിലനിർത്തും. ഈയൊരു ശാന്തതയും ചിന്തകളിലെ വ്യക്തതയും എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. ജീവിതത്തിലെ വലിയ തിരക്കുകളിലേക്ക് വീണ്ടും മടങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഒന്നിനോടും തോൽക്കാതെ വളരുകയാണ്. വരാവുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ പൂർണ്ണമായും പ്രാപ്തനാണ്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ പരിഭ്രമിക്കാതെ ശരിയായ ദിശയിലേക്ക് നിങ്ങളുടെ ചെറിയ ചുവടുകൾ ഉറപ്പിച്ചു വയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ മാത്രം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. മറ്റെല്ലാം തനിയെ അതിന്റെ ശരിയായ വഴിക്ക് വന്നുകൊള്ളും. പൂർണ്ണമായ സമാധാനത്തോടെ അത്രമേൽ ശാന്തമായി നിങ്ങളുടെ മനോഹരമായ ജീവിതയാത്ര തുടരുക.